ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവട്ടത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ടിട്ടത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്, ഒരു 10-15 മീൻ ഉണ്ടാവും. കട്ട്ള മീനാണ് എടുത്തേക്കുന്നത്, കുറച്ച് വലുതാണ്. അപ്പോൾ ആ മീനിലേക്ക് ഇനി ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് ഇല്ലേ അതുകൂടി മുഴുവനായിട്ട് ചേർക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാകത്തിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് മീനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ഒരുപോലെ പൊരിക്കണതിൻ്റെ കൂടെ ഒരു വെറൈറ്റി. അപ്പോൾ നമ്മൾ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു ഭാഗം മറിച്ചിടുക. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മൊരിയിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പാകത്തിനേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക ഗ്യാപ്പിലൊക്കെ. ഈ കറിവേപ്പിൻ്റെ ഇലയും മുളകൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വശം കൂടി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ, അതുകൊണ്ടാണ് മറിച്ചിട്ടതിന് ശേഷം ഇടുന്നത്. അപ്പോൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇത് കോരിയെടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും.